വീരമൃത്യു വരിച്ച ജവാൻ ഇ.കെ. നിരഞ്ജന് നാടിന്റെ അന്ത്യാഞ്ജലി. പൊതുദർശനം അല്പസമയത്തിനകം എളമ്പുലാശ്ശേരി കെ.യു.പി. സ്കൂളിൽ ആരംഭിക്കും. സംസ്കാരം ഉച്ചയോടെ നടക്കും. വിവരങ്ങളുമായി എ.കെ. ലതീഷ് ചേരുകയാണ്. ലതീഷ്, പൊതുദർശനത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായോ? മറ്റു വിവരങ്ങൾ? അഞ്ജു, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എളമ്പുലാശ്ശേരി കെ.യു.പി. സ്കൂളിലാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പ്രത്യേക സജ്ജീകരിച്ച ഈ സ്റ്റേജിലാണ് വീരമൃത്യു വരിച്ച നിരഞ്ജൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുക. ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ആളുകൾക്ക് ഇരിക്കാനും അതേപോലെ തന്നെ ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും മറ്റു നാട്ടുകാർക്കുമെല്ലാം ഇരിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഈ സ്കൂളിൽ സജ്ജീകരിച്ചു കഴിഞ്ഞു. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. മൃതദേഹം വീട്ടിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിക്കും. തുറന്ന പ്രത്യേക വാഹനത്തിലായിരിക്കും സൈനികരുടെ അകമ്പടിയോടുകൂടി മൃതദേഹം ഇവിടേക്ക് എത്തിക്കുക. 11 മണി വരെ, 7 മണി മുതൽ 11 മണി വരെ ആയിരുന്നു പൊതുദർശനം പറഞ്ഞിരിക്കുന്നത്. ആ സമയമനുസരിച്ച് 11 മണി വരെ പൊതുദർശനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള സ്കൂളിലെ കുട്ടികൾ ഉൾപ്പെടെ ഇവിടെ എത്തി നിരഞ്ജന് അന്തിമോപചാരം അർപ്പിക്കും. സംസ്ഥാന സർക്കാരിന് വേണ്ടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഇന്ന് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുക. 10 മണിയോടെ അദ്ദേഹം സ്കൂളിലെത്തി അന്തിമോപചാരം അർപ്പിക്കുകയും പിന്നെ സംസ്കാര ചടങ്ങ് നടക്കുന്ന തറവാട്ട് വീട്ടുവളപ്പിൽ എത്തുകയും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ശേഷമായിരിക്കും ആഭ്യന്തരമന്ത്രി മടങ്ങുക. ഇന്നലെ രാത്രി വൈകി 12 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ മന്ത്രി കെ ബാബു, അനിൽകുമാർ എന്നീ 2 മന്ത്രിമാരും വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുന്ന തരത്തിലാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ പ്രദേശത്തുള്ള നാട്ടുകാർ അതേപോലെ തന്നെ നിരഞ്ജനുമായി ആത്മബന്ധമുള്ള വളരെ കുറച്ചാളുകൾ മാത്രമേ ഈ നാട്ടിലുള്ളൂ എങ്കിലും അവർ ഇത്തരത്തിൽ നാടിൻ്റെ നാനാ തുറയിലും പെട്ട നിരവധി പേർ ധീരജവാന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഈ എളമ്പുലാശ്ശേരി കെ.യു.പി. സ്കൂളിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അഞ്ജു. ലതീഷ്, ഏതാണ്ട് 11 മണിയോടുകൂടി അവിടുത്തെ പൊതുദർശനം പൂർത്തിയാകും. തുടർന്ന് തറവാട്ട് വീട്ടിലേക്ക് ആകുമോ കൊണ്ടുപോകുക? അവിടെ സംസ്കാര ചടങ്ങുകൾക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? അഞ്ജു, തറവാട്ട് വീട്ടുവളപ്പിൽ എല്ലാ ക്രമീകരണങ്ങളും ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട്.